ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഷെഫ് പിള്ളയുടെ ചിക്കൻ നിർവാണയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ്. അപ്പോൾ ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റിലൊക്കെ ചെന്നിട്ട് ഈ ഒരു ഡിഷ് കഴിച്ചിട്ടുള്ളവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ അത് നമുക്ക് വീട്ടിലെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വിനെഗറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ ചിക്കനിലേക്ക് ഈ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഇനി സമയമുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. സമയമില്ലെങ്കിൽ അപ്പോൾ തന്നെ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക. കാരണം തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുന്ന ഡിഷായതുകൊണ്ട് നമുക്ക് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക, ഓയിൽ യൂസ് ചെയ്യരുത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ 2 സൈഡും ചിക്കൻ്റെ 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഞാൻ ഈ ചിക്കനിലേക്ക് ഒരുപാട് ഓയിലൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല. നമ്മളിതൊന്ന് ചിക്കൻ ചുട്ടെടുക്കുന്ന ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി. ഇനി ഒരു മൺചട്ടിയിലേക്ക് ഒരു പീസ് വാഴയില ഇട്ട് കൊടുക്കാം. അപ്പോൾ മൺചട്ടി ചൂടായതിനു ശേഷം വാഴയില വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രൈ ആക്കി എടുത്ത ചിക്കൻ മുഴുവനായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഈ കോക്കനട്ട് മിൽക്കിൻ്റെ ഈ ടിന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുമ്പോൾ കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുക്കുക. ഒരു 2 തേങ്ങയുടെ പാല് നല്ല കട്ടിയിൽ എടുത്തിട്ട് അത് യൂസ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതാക്കി ചോപ്പ് ചെയ്തിട്ട് അതിട്ട് കൊടുക്കാം. ഒരു 2 പച്ചമുളക് കീറിയിട്ട് അതിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് തേങ്ങാപ്പാലിൽ വറ്റിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ പൊറോട്ടയുടെ കൂടെ നൂൽ പൊറോട്ടയുടെ കൂടെയാണ് ഇത് സെർവ് ചെയ്യാറ്. അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്